പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസം, ആ മുഹറം മാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുണ്യമായ സഫർ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ സഫർ മാസത്തിലേക്ക് നമ്മൾ കടന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. മാത്രമല്ല, സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? സഫർ മാസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ? സഫർ മാസത്തിൽ വീട് കൂടാമോ, അല്ലെങ്കിൽ എന്താണ് കല്യാണം വെക്കാമോ എന്നൊക്കെ ഒരുപാട് സംശയമുണ്ട്. അതിനൊക്കെ വ്യക്തമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. മാത്രമല്ല, ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ദുആയാണ്, അതൊരു ദിക്റാണ്. അതായത് 1000 വർഷത്തെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. ഉസ്താദേ, നമ്മളപ്പോൾ 1000 വർഷം ജീവിക്കൂലല്ലോ. അതായത് മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. മാത്രമല്ല 1000 വർഷത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലം അല്ലാഹു തരും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ചെറിയ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാം. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു ദുആ ഉണ്ടല്ലോ, 200 കോടി നന്മ കിട്ടുന്നൊരു ദുആ, അതും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് പറയാം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ ഏതാണെന്നും നമുക്കൊന്ന് പഠിച്ചെടുത്താലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഇൻഷാ അല്ലാഹ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം തസ്ലീമ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അപ്പോൾ പുണ്യമായ മുഹറം മാസം വിട പറയുന്നു. സഫർ മാസം നമ്മളിലേക്ക് വരുന്നു. സഫർ മാസത്തിൻ്റെ ആ പുണ്യമായ നിലാവ് എപ്പോഴാണോ നമ്മൾ കാണുന്നത്, സഫർ മാസം എപ്പോഴാണോ നമ്മളിലേക്ക് വരുന്നത്, ആ സമയത്ത് നിലാവ് കണ്ടാൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുകയാണ്. അതായത് മുഹറം മാസം നമ്മളിലേക്ക് വന്നു. അൽഹംദുലില്ലാ, ഒരുപാട് നന്മ നമ്മൾ ചെയ്തു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. മുഹറം 9, 10, 11 ഒക്കെ നോമ്പ് പിടിച്ചവരാണ്. ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിച്ച ഒരുപാട് ആളുകൾ, അതുപോലെ ഖുർആൻ ഓതിയ, സ്വതക്കകൾ കൊടുത്ത, നല്ല വാക്കുകൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു. എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ പരിശുദ്ധമായ സഫറിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നിലാവ് കണ്ടാൽ സഫർ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്, അത് സഫർ മാസം എന്നല്ല, ഏത് അറബി മാസവും നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്? ഒരു ദിക്ർ നമ്മൾ പറയാറുണ്ടല്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ ദുആ നമ്മൾ പറയാറുണ്ട്, നമുക്കറിയാം. അൽഹംദുലില്ലാ, ആ ദുആ പറഞ്ഞിട്ട് വേണം നമ്മൾ സഫർ മാസത്തെ സ്വീകരിക്കാൻ. സഫർ മാസത്തിൻ്റെ പ്രഥമ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് ഓതൽ പ്രത്യേകം സുന്നത്താണ്. കാരണം 30 ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിൽ ഉള്ളത്. അതായത് ഇനിയുള്ള ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ ബറക്കത്തും സലാമത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. മാത്രമല്ല, സൂറത്തുൽ മുൽക്ക് ഓതുക, അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസി അധികരിപ്പിക്കുക. ആയത്തുൽ കുർസി ഒരു മാസം തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രഥമ രാത്രി ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഒരു മനുഷ്യൻ ആ മാസത്തെ സ്വീകരിക്കുന്നതെങ്കിൽ അവനിക്ക് നിരവധി വലിയ അവൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ ആ മാസത്തിൽ അവനിക്ക് കിട്ടുമെന്ന് ചില മഹത്തുക്കൾ ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ നമുക്ക് കാണാൻ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാ നല്ല മനസ്സോടുകൂടി സഫർ മാസത്തെ സ്വീകരിക്കുക. പലർക്കും ബേജാറാണ്, ഇനി ഒരു മാസക്കാലം എന്ത് ചെയ്യും, സഫർ മാസമല്ലേ, നല്ല കാര്യമൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ പല ബേജാറാണ്. അറബിക് കലണ്ടറിൻ്റെ 2ാമത്തെ മാസമാണ് സഫർ മാസം. അന്ധവിശ്വാസവും അനാചാരവും ദുശഗുണവും ഒക്കെ ഉള്ള ഒരു മാസം കൂടിയാണ് സഫർ മാസം. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അന്ധമായ അനാചാരങ്ങൾ, അതുപോലെ തന്നെ ദുശഗുണത്തിൻ്റെ മാസമാണ് സഫർ. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് ആചാരങ്ങളൊക്കെ പണ്ട് മുതലേ ഈ സഫർ മാസത്തിൽ പലരും ചെയ്തിട്ടുണ്ട്. സഫർ എന്ന് പറഞ്ഞാൽ അത് യുദ്ധം ഹറാമായ മാസമൊന്നുമല്ല. മുഹറം മാസം യുദ്ധം ഹറാമായ മാസമാണ്. എന്നാൽ ഈ യുദ്ധത്തിന് വേണ്ടി അറബികൾ, മുഹറം മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായ മാസമാണല്ലോ. മുഹറം, ഈ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഇത് മൂന്നും അടുപ്പിച്ച് വരുന്ന അല്ലാഹു തആല യുദ്ധം ഹറാമാക്കിയ മാസമാണ്. അപ്പോൾ ഈ 3 മാസവും കഴിഞ്ഞിട്ട് അറബികളൊക്കെ യുദ്ധത്തിന് പോകുന്ന മാസമായിരുന്നു സഫർ മാസം. അതുകൊണ്ട് തന്നെ ഈ സഫർ മാസത്തിൽ അവർ ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, എല്ലാവരും യുദ്ധത്തിന് പോകില്ലേ. അതുകൊണ്ട് വീട് കാലിയാവുക, അല്ലെങ്കിൽ കാലിയാക്കുക, ഒഴിഞ്ഞിരിക്കുക എന്ന അർത്ഥമാണ് ഈ സഫർ എന്ന പദത്തിനുള്ളതെന്നാണ്. മാത്രമല്ല, പണ്ടുള്ള ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു.
എന്താ, എല്ലാ മനുഷ്യരുടെയും വയറ്റിൽ ഒരു സർപ്പമുണ്ട്. അതങ്ങനെ ആ സർപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്. ആ വിശപ്പ് എന്താണ് കൂടിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. വിശപ്പ് കൂടിയാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ വയറ്റിലുള്ള പാമ്പ് നമ്മൾ കൊത്തും, നമ്മൾ മരിച്ചു പോകും. ആ പാമ്പിൻ്റെ പേരെന്താ? സ്വഫർ എന്നാണ്. ഒരു അന്ധവിശ്വാസമാണ്. ഇതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ല എന്നാണ് നബി തങ്ങൾ ഒരു ഹദീസിലൂടെ പറഞ്ഞത്. ലാ അദുവ വലാ ചീറത്ത വലാ ഹമ്മത്ത വലാ സഫറ. രോഗം സ്വയം പടരുകയില്ല. പക്ഷിശാസ്ത്രം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. പൂമൻ, ഉപ്പൻ, അതുപോലെ മൂങ്ങ, അത് വീട്ടിൽ വന്നാൽ നമുക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അങ്ങനെയൊന്നുമില്ല. വലാ സഫറ, സഫറ മാസത്തിനൊരു കുഴപ്പമില്ല. അപ്പം നബിതങ്ങളൊക്കെ അടിയോടെ വേര് പറിച്ചു കളയുകയാണ് സഫർ മാസത്തിൻ്റെ അന്ധവിശ്വാസങ്ങൾ. ഇന്നും ഒരുപാട് അന്ധവിശ്വാസമുണ്ട്. സഫർ മാസത്തിൽ ഉംറക്ക് പോകാൻ പാടില്ല, കല്യാണം വെക്കാൻ പാടില്ല, കല്യാണം ആലോചിക്കാൻ പാടില്ല, നിശ്ചയം പാടില്ല, വളയിടൽ പാടില്ല, വീട് കല്ലിടാൻ പാടില്ല, വാർക്കാൻ പാടില്ല, കട്ടിൽ വെക്കാൻ പാടില്ല, വിലതാമസം പാടില്ല, പുതിയ കട പാടില്ല, പുതിയ വാഹനം വാങ്ങാൻ പാടില്ല, വസ്ത്രം വാങ്ങാൻ പാടില്ല, ചെടി നടാൻ പാടില്ല, കിണർ കുത്താൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സഫർ മാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കേണ്ട ഒരു മാസമൊന്നുമല്ല. എല്ലാ മാസവും നല്ലതാണ്, എല്ലാ ദിവസവും നല്ലതാണ്. എന്നാൽ ചില ദിവസങ്ങൾ സൂക്ഷിക്കുക. ചില ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോവാറില്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ നബിതങ്ങൾ താമസിക്കാറില്ലായിരുന്നു. നബിതങ്ങൾ യാത്ര പോകുമ്പോൾ എപ്പോഴും രാവിലെയാണ് യാത്ര പോകുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നല്ലതാണ്. എന്ന് വെച്ചോ ഈ ഒരു സഫർ മാസത്തെ മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാ മാസത്തിലും ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ സൂക്ഷിക്കുക എന്ന് നബി തങ്ങളുടെ ഹദീസുണ്ട്. പ്രത്യേകിച്ച് സഫർ മാസത്തിൻ്റെ 10ാമത്തെ ദിവസം, സഫർ 10ാമത്തെ ദിവസം, അന്ന് നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. അന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ 2 ദിക്റും സഫർ മാസം എന്നല്ല എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ പറയണം. ഈ 2 ദിക്ർ 3 വട്ടം വീതം സുബഹി കഴിഞ്ഞിട്ടും മഗ്രിബ് കഴിഞ്ഞിട്ടും 3 വട്ടം വീതം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആപത്ത് മുസീബത്തിനെ തൊട്ടുള്ള വലിയ കാവൽ ഈ ഒരു 2 ദിക്റുകൾ നമുക്ക് വാങ്ങിച്ചു തരുന്നതാണ്. പിന്നെ സഫർ മാസം ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്ത പാടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കല്യാണം വെക്കാൻ പാടില്ലല്ലോ, അങ്ങനെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നത് ഈ സഫർ മാസത്തിലാണെന്നാണ് ഒരു അഭിപ്രായം. അതുപോലെ തന്നെ സൈനബ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചത് ഈ മാസത്തിലാണെന്ന് അഭിപ്രായമുണ്ട്. ഫാത്തിമ ബീവി മലിയാരി തങ്ങളും കല്യാണം കഴിച്ചത് ഈ മാസത്തിലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെട്ടത്, നബി തങ്ങൾ മദീനയിൽ എത്തിയത് ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അല്ലേ, മദീനയിലുള്ള ആളുകൾ നബിയെ ത്വലഅൽ ബദ്റു പാടി സ്വീകരിച്ചത് ഒരു സഫർ മാസത്തിലാണ്. അപ്പോൾ ഒരുപാട് വിജയങ്ങൾ നബി തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ, സന്തോഷങ്ങൾ കിട്ടിയ ഒരു മാസമാണ് സഫർ മാസം. മാത്രമല്ല 2 പ്രധാനപ്പെട്ട യുദ്ധമുണ്ട്. റോമാക്കാരുമായിട്ടുള്ള യുദ്ധം, ജൂതന്മാരുമായിട്ടുള്ള യുദ്ധം. ആ 2 യുദ്ധത്തിലും നബി തങ്ങൾ വിജയിച്ചു ഈ ഒരു സഫർ മാസത്തിൽ. അതുകൊണ്ട് സഫർ മാസത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ ദിവസവും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ മറന്നു പോവാൻ പാടില്ല. ഇന്നെൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു ദിക്ർ പറഞ്ഞു തരാം, ഒരു ചെറിയ ഒരു ദിക്ർ പറഞ്ഞു തരാം. ആ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം മഹത്തുക്കൾ പറയുകയാണ്, 1000 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. 1000 വർഷം. മുഹറം വിട പറയുന്നേ, സഫർ വരുന്നേ, പിടിച്ചു വെച്ചോ, മുറുകെ പിടിച്ചോ, ചൊല്ലിക്കോ, ഇന്നു മുതൽ ചൊല്ലി തുടങ്ങിക്കോ. എന്തോ ഒരു ദിക്ർ 1000 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ് നമ്മുടെ നന്മ എഴുതുന്ന കിതാബിൽ. 1000 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഖബറിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് കടന്നു ചെന്ന് അവസാനം അല്ലാഹുവേ ഖിയാമത്ത് നാൾ കഴിഞ്ഞ് മഹ്ശറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഖബറിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഈ മുഖമുണ്ടല്ലോ, അത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുമെന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ദിക്ർ പറഞ്ഞു തരാം, അത് ചൊല്ലിക്കോ. 4-ാമത്തേത്, അല്ലാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധന്മാർ എന്ന ഒരു വിഭാഗമുണ്ട്. ആ സത്യസന്ധന്മാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കുന്നതാണ്. ആർക്ക്? ഇനി പറയുന്ന ദിക്ർ ചൊല്ലുന്നവർക്ക്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. വളരെയധികം സൂക്ഷിക്കണേ, സുന്നത്തുകൾ ആദാബുകൾ പാലിക്കണേ. യാ ഗനിയു എന്ന ഇസ്മ നമ്മൾ അധികരിപ്പിക്കണേ. വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മാണ് യാ ഗനിയു യാ അല്ലാഹ് എന്ന ഇസ്മ. യാ ഗനിയു യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്. സമ്പത്ത് കിട്ടാൻ, ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവാൻ ആ ഒരു ദിക്ർ നല്ലതാണ്. യാ ഗനിയു യാ ഗനിയു യാ അല്ലാഹ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു ദുആ അല്ലേ, ഒരു ദുആ നമ്മൾ ഓർക്കുന്നുണ്ടാകും പറഞ്ഞത്.
വല്ലാത്ത പ്രതിഫലമുള്ള ഒരു ദുആയാണ്. ഏതാണത്? വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ 70 വട്ടം അവൻ ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 14 ദിവസങ്ങൾ ആകുന്നതിന് മുമ്പേ അവൻ അല്ലാഹു തആല സമ്പന്നനാക്കുമെന്നാണ്. വീട്, അതുപോലെ കടം, കച്ചവടം, അതൊക്കെ എല്ലാ പ്രയാസങ്ങളും മാറും. ഏതാണ് ആ ദുആ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഒരു ദുആയാണത്. വല്ലാത്ത പ്രതിഫലമുള്ള ദുആയാണ്. ഏതാണ്? ഒന്നുകൂടെ പറയാം. അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക വബിഹലാലിക അൻ ഹറാമിക. 70 വട്ടം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല 14, അതായത് 2 ആഴ്ച ആകുന്നതിന് മുമ്പേ അവൻ്റെ പ്രശ്നങ്ങൾ അല്ലാഹു സോൾവ് ചെയ്തു തരും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദിക്ർ ഇതല്ല കേട്ടോ. അതിൻ്റെ പ്രതിഫലം 4 എണ്ണമാണ്. ഒന്നാമത്തെ പ്രതിഫലം 1000 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. പിന്നെയോ 1000 വർഷത്തെ പാപങ്ങൾ. നമ്മളൊക്കെ 1000 വർഷം ജീവിക്കോ? ഇല്ല. അതായത് പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരുമെന്ന അർത്ഥം. പിന്നെ ഖബറിൽ നിന്നും 14 രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം തിളങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ ഖബറിൽ നിന്നും പുറപ്പെടുമെന്നാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധന്മാർ എന്നൊരു വിഭാഗമുണ്ട്. ആ ഗണത്തിൽ നമുക്ക് അല്ലാഹു തആല ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരുമെന്നാണ്. അപ്പോൾ ഈ ദിക്ർ ഏതാണ്? സ്ക്രീനിൽ കാണാം. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇതാണ് ആ ദിക്ർ. ഒന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഒന്നുകൂടി. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല അല്ലാ. വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവേ നിന്നെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല അല്ലാ. മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹുവേ കാഫിരീങ്ങൾ എത്ര വെറുത്താലും പടച്ചവനെ ഞങ്ങളൊക്കെ നിന്റെ മുഖ്ലിസീങ്ങളാണ്, ഞങ്ങളൊക്കെ ഈ ദീനിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ്, നീയല്ലാതെ ആരാധനക്കർഹനില്ല റബ്ബേ എന്ന ഏകദേശ അർത്ഥം വരുന്ന ഈ പുണ്യമായ ദിക്ർ വല്ലാത്ത പ്രത്യേകതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഈ ദിക്ർ എണ്ണം പറയുന്നില്ല, ചുരുങ്ങിയതൊരു 3 വട്ടം, കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. ഈ ദിക്ർ പറഞ്ഞോ ഇന്നത്തെ ദിവസം. ഇതിപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ സഫർ മാസം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ സഫർ മാസം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ല രൂപത്തിൽ ദ്വാരക്ക. ഒരുപാട് ഹലാലായ മുറാദുകൾ നമുക്ക് ഹാസിലാക്കി കിട്ടാനുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറണം. എല്ലാവിധ ഖൈറുണ്ടാവണം, ബർക്കത്തുണ്ടാവണം. നമ്മുടെ രോഗങ്ങൾ മാറണം, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ മാറണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ കമൻറ്റ് എഴുതുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അല്ലാഹുവേ പടച്ചോനെ, ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി, മക്കളില്ല, വിഷമിക്കുകയാണ്, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ദ്വാരക്കണേ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ അതിലേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരക്കുക. പ്രത്യേകിച്ച് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ആ ദ്വാ വല്ലാത്തൊരു ദ്വായാണ്, ഭയങ്കര എഫക്റ്റുള്ള ദ്വായാണ്. അതായത് 200 കോടി, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ അതാണ്, 200 കോടി നന്മ നമുക്ക് നേടിത്തരുന്നൊരു ദ്വായാണത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിം. നമുക്കൊരു 3 വട്ടം അതൊന്ന് പറഞ്ഞാലോ? നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് 3 വട്ടം ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുആഇൻ്റെ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവൻ നമുക്ക് തരുമാറാവട്ടെ. അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്ർ ഔറാദുകൾ പറയുക. ദിക്ർ ഔറാദ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നിസ്കാരമൊക്കെ കൃത്യമാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു 3 വട്ടം ആ 200 കോടി നന്മ കിട്ടുന്ന ആ ദുആ ഒന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
അംവാത്. പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. കടന്നു വരുന്ന സഫർ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും വിട പറഞ്ഞു പോകുന്ന മുഹറം മാസത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആ ദുആ മറന്നു പോകരുതേ. ആ ദുആയാണ് ഒരു മാസത്തിന്റെ അവസാനം നമ്മൾ എപ്പോഴും ദുആരക്കണം. മാത്രമല്ല ഏത് ദുആയിലെയും അവസാനം നമ്മൾ ഈ ദുആ ചേർക്കാതെ പോകരുത്. അതായത് അല്ലാഹു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആ ഉൾപ്പെടെ എല്ലാം നീ കബൂലാക്കണേ എന്നാണ് അതിന്റെ ഏകദേശ അർത്ഥം. ഈ ദുആ ആര് പറഞ്ഞതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം പറഞ്ഞ ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അപ്പോൾ ആ ദുആയൊന്നും മറന്നു പോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ പറഞ്ഞ പറച്ചിലും നമ്മൾ കേട്ടതും എല്ലാം അല്ലാഹു തആല നമുക്ക് ഇഹപര വിജയത്തിന് കാരണമാക്കുന്ന, നിദാനമാക്കുന്ന കാര്യങ്ങളായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ, മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.